നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാഹുലിന്റെ കേരളത്തിലെ വരവ് കോൺഗ്രസിന് പുതുജീവൻ ഉണ്ടാക്കിയോ? കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തലുകൾ കർമ്മ ന്യൂസ് പങ്കുവയ്ക്കുന്നു. ഭാരതത്തിന് രാഹുൽ ഒരു പുതു പ്രതീക്ഷയാണോ? രാഷ്ട്രീയമെന്നാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് രാഷ്ട്രീയമെന്നാൽ കക്ഷി, പാർട്ടി, പ്രാദേശിക ചിന്തകളല്ല. രാഷ്ട്ര പുനർനിർമ്മാണമാണ്. അത് ആരോഗ്യകരമായ മുന്നേറ്റം കൂടിയാകണം. കുറവുകൾ പരസ്പരം ചൂണ്ടിക്കാട്ടി നന്മകൾ കാണുമ്പോൾ പരസ്പരം അഭിനന്ദനങ്ങൾ നൽകുന്നതാകണം രാഷ്ട്രീയം. ജനങ്ങളുടെ അവശ്യഘട്ടങ്ങളിൽ അവരെ ഏതു വിധേനയും സഹായിച്ച് ജനനന്മ മാത്രം ലാക്കാക്കിയുള്ള രാഷ്ട്രീയ നേട്ടമാകണം ഏവർക്കും ഉണ്ടാകേണ്ടത്. നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയം കേരളത്തിൽ ഉണ്ടായപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച കാഴ്ചകൾ കേരളം അത്ഭുതത്തോടെ നോക്കി നിന്നു. പരസ്പരം പഴിചാരാതെ ജനങ്ങൾ രക്ഷപ്പെട്ടു എന്നുറപ്പുവരുത്താനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. പ്രളയം മനുഷ്യനിർമ്മിതമെന്ന് ശരിക്കും ശരിവച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ടും ജനങ്ങൾ കണ്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ട് രാഹുൽ ഇടതുപക്ഷത്തെ വിമർശിച്ചില്ല എന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആദർശ ചിന്തകൾ നോക്കിയാൽ മനസ്സിലാവും. തമിഴ്നാട്ടിൽ നിങ്ങൾ രാഹുലിന്റെ ചിത്രങ്ങൾ വച്ച് വോട്ട് പിടിക്കുന്നു. കേരളത്തിൽ നിങ്ങൾ രാഹുലിനെതിരെ കളത്തിലിറങ്ങുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! രാഷ്ട്രീയം നോക്കാതെ ജനനന്മ അജണ്ടയാക്കിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയിൽ നിന്നും പ്രളയത്തിൽ ലഭിച്ച അതേ നന്മകൾ പിണറായി മുഖ്യനിൽ നിന്നും കേരള ജനത പ്രതീക്ഷിക്കുന്നു. കാരണം ജനാധിപത്യം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. അതിനു മുന്നിൽ ചില സത്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനങ്ങളിൽ എല്ലാം വലിയ തകർച്ച നേരിട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം കഴിഞ്ഞ 5 വർഷമായി കടന്നുപോകുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ പരമോന്നത നീതിപീഠം അലങ്കരിക്കുന്ന ശ്രേഷ്ഠ ന്യായാധിപന്മാർ തങ്ങൾക്ക് നീതി നിർവഹിക്കുവാൻ കഴിയുന്നില്ല, തങ്ങളുടെ കയ്യിൽ കൂച്ചുവിലങ്ങുകളാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരാജയമല്ലേ? ജസ്റ്റിസ് ലോയയുടെ മരണം ആരും മറന്നു കാണില്ല. ഒരു ന്യായാധിപൻ വളരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം വരിക്കുന്നു. അതും രാജ്യത്തെ നടുക്കിയ ഷൊറാബുദ്ദീൻ വധക്കേസിൽ വിധി പറയാനിരിക്കെ. എന്നാൽ 6000 പേജുള്ള കേസ് ഡയറി വെറും 6 മാസം കൊണ്ട് വിചാരണ നടത്തി പ്രതി അമിത്ഷായെ വെറുതെ വിടുന്നു. എത്രമാത്രം നീതിന്യായ വ്യവസ്ഥ അധംപതിച്ചു എന്ന് കോൺഗ്രസ് പറയുന്നു. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരേ ഒരു തവണ മാത്രമേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളൂ. അത് സുപ്രീം കോടതിക്ക് തറക്കല്ലിടാനാണ്. എന്നാൽ റാഫേൽ കേസിലെ വാദത്തിനായി ഇടയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജഡ്ജിയുടെ ചേംബറിൽ പോയി. വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ, CBI തുടങ്ങിയ എല്ലാ ജനാധിപത്യ ഭരണ സംവിധാനങ്ങളും താറുമാറിലായി. ഇതെല്ലാം കോൺഗ്രസിന്റെ ആരോപണങ്ങളാണ്. റിസർവ് ബാങ്ക് നേരിടുന്ന പ്രതിസന്ധി നമുക്കറിയാം. ഇവയൊക്കെ മറക്കുവാൻ വർഗീയ വിഷം തുപ്പി BJP മുന്നോട്ട് നീങ്ങുമ്പോൾ, ജനങ്ങളെ മതഭ്രാന്തന്മാരാക്കുമ്പോൾ തന്റെ നന്മകൾ കേരളത്തിലെ യുവതയ്ക്ക് തിരിച്ചറിയുവാൻ കഴിയും എന്ന് രാഹുലിന് നന്നായിട്ടറിയാം. കണ്ണടച്ചിരുട്ടാക്കി വിഷു കാണാൻ പോകുന്ന മഠയത്തരമൊന്നും മലയാളികൾക്കില്ല. ഇന്ത്യയുടെ ആത്മാവ് ഇന്ത്യയുടെ വൈവിധ്യമാണെന്നും ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം കൊള്ളുന്ന നാടാണെന്നും ഇന്ത്യയുടെ സമ്പന്നത അതാണെന്നും രാഹുലിനറിയാം. സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ വരുത്തും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതും എന്നാണ് അർത്ഥം. ഹിന്ദുവല്ലാത്തവൻ ഇവിടെ ജീവിക്കരുത് എന്നുമാണ് ഇതിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന ആശയം ഇപ്പോൾ എവിടെ പോയി? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന കാഴ്ചപ്പാടുകൾ എവിടെ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം എന്ന് പറയുന്നത് പോലെ ഓൾ റോഡ്സ് ലീഡ്സ് ടു കേരള. മലയാളി ഉണരുക, ഇന്ത്യ പ്രതിസന്ധിയിലാണ്. നമുക്ക് തർക്കിക്കാൻ നേരമില്ല. നമുക്ക് രാഷ്ട്ര പുനർനിർമ്മാണം നടത്തിയേ പറ്റൂ. ഇതെല്ലാം കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.